പൂപ്പാറയിൽ നടന്ന കുടിയൊഴിപ്പിക്കൽ നടപടിക്കെതിരെ രോഷവിമർശനവുമായി ഉടുമ്പൻചോല നിയുക്ത MLA അഡ്വക്കേറ്റ് സേനാപതി വേണു. പുനരധിവാസം ഉറപ്പാക്കാതെ പാവപ്പെട്ട കുടുംബങ്ങളെ തെരുവിലേക്കിറക്കിയ നടപടി മനുഷ്യരഹിതമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കാലവർഷമെത്താറായിട്ടും ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും കാട്ടിയ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പൂപ്പാറയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂപ്പാറയിൽ 20ഓളം കുടുംബങ്ങളുടെ വീടുകളാണ് സർക്കാർ ഭൂമി കയ്യേറ്റത്തിന്റെ പേരിൽ പൊളിച്ചു നീക്കിയത്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് അധികൃതർ ഈ നടപടി സ്വീകരിച്ചതെന്ന് MLA ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 2 വർഷമായി കോടതി ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാൻ പഞ്ചായത്തോ ജില്ലാ ഭരണകൂടമോ തയ്യാറായില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃതമായ കുടിയേറ്റം ഒഴിപ്പിക്കലിന്റെ ഒരവസാന ഭാഗം വളരെ ദുഃഖകരമായിട്ടാണ് പര്യവസാനിച്ചത്. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനോ സർക്കാർ ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കുന്നതിനോ ഒരാളും എതിരല്ല, ഇതിന് തടസ്സവുമല്ല. പക്ഷെ പൂപ്പാറയെ സംബന്ധിച്ച് ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ, അവർക്ക് മറ്റൊരാശ്രയവുമില്ല, പോകാൻ ഒരിടവുമില്ല. ആ പാവങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നതിന് മുമ്പ് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ 20 കുടുംബവും ആ കുടുംബത്തിലെ അംഗങ്ങളും വഴിയാധാരമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പുനരധിവാസം ഉറപ്പാക്കുന്നതുവരെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സർക്കാർ അടിയന്തരമായി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടെ ഏറ്റവും അടിയന്തരമായി ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും ചെയ്തു തീർക്കേണ്ട ഒരു കാര്യം ഈ മറ്റ് താമസ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആളുകളുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുക. ആ പുനരധിവാസത്തിന്റെ ഭാഗമായി അവർക്ക് പുതിയ വീടുകൾ കിട്ടുന്നതുവരെ അവർക്ക് ആവശ്യമായ അനുബന്ധ സൗകര്യങ്ങളെല്ലാം അത് ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും ചെയ്തു തീർക്കണം. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ MLAക്കൊപ്പം പൂപ്പാറയിൽ സന്ദർശനം നടത്തി. സിറ്റി വിഷൻ, പൂപ്പാറ.